കെട്ടിയിരിക്കുന്നതായ കുതിര കിടന്ന് ചാടുന്നു. അപ്പോൾ അതിന്റെ പരിസരത്ത് തന്റെ മകൻ നിന്ന് കളിക്കുന്നു. അപ്പോൾ തന്റെ മകൻ എന്തെങ്കിലും അക്രമം ഈ കുതിരയിൽ നിന്നും അതിന്റെ ചവിട്ടോ വല്ലതും കൊണ്ടുപോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് മഹാനവർ ഖുർആൻ പാരായണം അവിടെ നിർത്തി. എന്നിട്ട് പുറത്തിറങ്ങി മുകളിലേക്ക് നോക്കുമ്പോൾ ഇതാ ഒരു പ്രകാശത്തിന്റെ തളിക ഇങ്ങനെ ഇറങ്ങി വരുന്നു. മഹാനവറുകൾ ഭയന്നുപോയി. എന്നിട്ട് ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ്? അത് നിന്റെ ഖിറാഅത്തിന്റെ ആ മാധുര്യം കേട്ടിട്ട്, നിന്റെ ഖിറാഅത്ത് കേട്ടിട്ട് വാനലോകത്തു നിന്നും മാലാഖമാർ ഇറങ്ങി വരികയായിരുന്നു. അങ്ങനെയുള്ള ആ മാലാഖമാർ നീ ഖുർആൻ പാരായണം തുടർന്നിരുന്നു എങ്കിൽ നിന്റെ വീട്ടുമുറ്റത്ത് ജനങ്ങൾക്ക് കാണുമാർ ആ മാലാഖമാരെ നിനക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. പ്രകാശം കൊണ്ട് നിറച്ചിരിക്കുക. അപ്പൊ ഈ ദുനിയാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതുകൊണ്ട് നിറച്ചിരിക്കുന്നു? പ്രകാശം കൊണ്ട് നിറച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ ഏറ്റവും അടുത്ത പ്രകാശ സ്രോതസ്സാണ് ഏതെന്ന് പറയുന്നത് സൂര്യൻ എന്ന് പറയുന്നത്. ആ സൂര്യന്റെ പ്രഭ ഇത്രത്തോളമാണ്. ആ സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്നതായ സൗരയൂഥങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിൽ ഏറ്റവും അടുത്തൊരു ഗ്രഹത്തെ നമുക്ക് ഈ അടുത്ത് കാണാൻ കഴിയുന്നൊരു ദിവസം ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ജനുവരി മാസം 3-ാം തീയതി ഈ സൂര്യന്റെ ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളിൽപ്പെട്ട ഒരു ഗ്രഹമാണേത്? വ്യാഴം. സൂര്യന് ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളിൽപ്പെട്ട ഒരു ഗ്രഹമാണേത്? വ്യാഴം. അറബിയിൽ മുഷ്തരി എന്ന് പറയും. ഈ ഗ്രഹം, ഈ വ്യാഴം എന്ന ഈ ഗ്രഹം ചന്ദ്രനോട് തൊട്ടടുത്തായി നമുക്ക് ഈ ജനുവരി മാസം 3-ാം തീയതി 4-ാം തീയതി ഒക്കെ കാണാൻ കഴിയുമായിരുന്നു. സാധാരണ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയില്ല. അത്രയധികം ദൂരത്തിലാണ് ഏതുള്ളത്? ഈ വ്യാഴം എന്ന ഗ്രഹം ഉള്ളത്. ഏകദേശം 78 കോടി കിലോമീറ്റർ അകലെ കൂടിയാണ് ഏത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ വ്യാഴം എന്ന ഗ്രഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വ്യാഴം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസങ്ങളായിരുന്നു ഈ ജനുവരി മാസം 3, 4, 5 ദിവസങ്ങൾ. അപ്പൊ ഈ ചന്ദ്രനോടൊപ്പം നല്ല തിളക്കത്തോടുകൂടെ പ്രകാശിക്കുന്ന അത് കാണാൻ കഴിയുമായിരുന്നു. ഏറ്റവും കൂടുതൽ വ്യക്തമായിട്ട് കാണുന്നത് ജനുവരി മാസം 3-ാം തീയതി ആ മഗ്‌രിബിന് ശേഷം ആകാശത്തേക്ക് നോക്കിയാൽ നല്ല തിളക്കത്തോടുകൂടെ വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ ആ നക്ഷത്രം ചന്ദ്രന്റെ ഭാഗത്തായിട്ട് കാണാൻ കഴിയുമായിരുന്നു. ഈ മുഷ്തരി എന്ന ഈ ഗ്രഹം ഗ്രഹങ്ങളുടെ കൂട്ടത്തില് വളരെ വലിപ്പമുള്ള ഒരു ഗ്രഹമാണ്. ഈ മുഷ്തരി എന്ന ഗ്രഹത്തിന് 39 ചന്ദ്രന്മാരുണ്ട്. ഭൂമിക്ക് ചന്ദ്രൻ എത്രയുള്ളൂ? ഭൂമിക്ക് ഖമർ എന്ന് പറയുന്ന ഈ ഒരൊറ്റ ചന്ദ്രൻ മാത്രമേ ഉള്ളൂ ഭൂമിയുടെ ഉപഗ്രഹമായിട്ട്. എന്നാൽ മുഷ്തരി എന്ന് പറയുന്ന വ്യാഴം എന്ന ഗ്രഹത്തിന് എത്ര ചന്ദ്രന്മാരുണ്ട്? 39 ചന്ദ്രന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യാഴം എന്ന ഗ്രഹം കാണുമ്പോൾ അത് പ്രകാശിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ചുറ്റിലും ഇങ്ങനെ നല്ല വെളിച്ചമാണ്, ഇങ്ങനെ മിന്നിത്തിളങ്ങുന്ന വെളിച്ചമാണ്. അപ്പോൾ ഈ രീതിയിൽ മനോഹാരിതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ സംവിധാനിച്ചിരിക്കുന്നു, ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചിരിക്കുന്നു. അപ്പോ ഈ ഗ്രഹം, അതുകൊണ്ടാണ് നാം പറയാ ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയില്ലേ. എന്താ ഈ വ്യാഴവട്ടക്കാലം എന്ന് പറഞ്ഞാൽ എത്ര വർഷം ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത്? 12 വർഷം. ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ്? 12 വർഷമാണ്. 4331 ദിവസം വേണം ഈ വ്യാഴത്തിന് സൂര്യന് ചുറ്റും ഒന്ന് കറങ്ങി വരാൻ. ഈ 4331 12 ഒന്ന് ഗുണിച്ച് ഹരിച്ചു നോക്കിയാൽ ഏകദേശം 360 എന്ന് കിട്ടും. അപ്പൊ 300 ഒരു വർഷം എന്ന് പറഞ്ഞാൽ എത്രയാ? 360 ദിവസമാണല്ലോ. അപ്പോൾ ഈ 12 കൊണ്ട് 4331 ഹരിച്ചു നോക്കിയാൽ 360 ഉണ്ട്. 360 12 ഒന്ന് ഗുണിച്ചു നോക്കിയാൽ ഏകദേശം എത്ര കിട്ടും? 4331 എന്ന് കിട്ടും. അപ്പോൾ 12 വർഷം ചേർന്നതാണ് ഏതെന്ന് പറയുന്നത് ഒരു വ്യാഴത്തിന്റെ ഈ സൂര്യന് ചുറ്റുമുള്ള കറക്കം. അതിനാണ് നമ്മൾ ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത്. അങ്ങനെ ഈ സൂര്യന് ചുറ്റും ഈ വ്യാഴം എന്ന ഗ്രഹം കറങ്ങി വരുന്നതിന്റെ ഇടയിൽ ഭൂമിയോട് ഏറ്റവും അടുത്തു വന്ന ഒരു ദിവസമായിരുന്നു ഏത്? ഈ ജനുവരി 3-ാം തീയതി. അന്ന് നമുക്ക്
ഇത് ദൂരദർശൻ ഉപയോഗിച്ച് നമുക്ക് ഈ എല്ലാ കാലത്തും കാണാൻ കഴിയും. അപ്പൊ അത്രത്തോളം ദൂരമാണ്, അത്രത്തോളം പവറുള്ള ദൂരദർശൻ ഉപയോഗിച്ച് കൊണ്ട് നോക്കിയാൽ ഈ പ്രപഞ്ചത്തിൽ വാരി പതിരിയിരിക്കുന്ന ആ മഹത്തായ സൂര്യന്മാരെയും നക്ഷത്രങ്ങളെയും ഗോളങ്ങളെയും എല്ലാം അത് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും കൂടുതൽ ഭംഗിയായി അങ്ങനെ ആസ്വദിക്കണമെങ്കിൽ ഈ ദൂരദർശൻ ഉപയോഗിച്ച് നല്ല ചന്ദ്രികയില്ലാത്ത രാത്രിയിൽ, നല്ല കാർമേഘങ്ങളൊന്നും ഇല്ലാത്ത ആ നീലാകാശമുള്ള രാത്രിയിൽ ഒരു ദൂരദർശൻ ഉപയോഗിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലേക്ക് നോക്കിയാൽ വളരെ മനോഹരമായിരിക്കും. നമ്മൾക്ക് കണ്ണെടുക്കാൻ കഴിയാത്ത രീതിയിൽ ആ പ്രപഞ്ചത്തെ ആസ്വദിക്കാൻ, ആ നക്ഷത്രങ്ങളെ ആസ്വദിക്കാൻ കഴിയും. ദീപങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തെ അലങ്കരിച്ചിരിക്കുന്നു. അതൊരു അലങ്കാരത്തിന് വേണ്ടിയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാത്തീൻ. വജഅൽനാഹാ, ഈ നക്ഷത്രങ്ങളെ നാം ആക്കുകയും ചെയ്തു, റുജൂമൻ ലിശ്ശയാത്തീൻ, ശൈത്താന്മാരെ എറിഞ്ഞോടിക്കാൻ വേണ്ടി ആക്കുകയും ചെയ്തു. ഈ നക്ഷത്രങ്ങളെ എന്തിനു വേണ്ടിയാകുന്നോ അതിന്റെ മറ്റൊരു ഉപയോഗം കൂടി പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വജഅൽനാഹാ, ഈ നക്ഷത്രങ്ങളെ നാം ആക്കിയിരിക്കുന്നു, റുജൂമൻ ലിശ്ശയാത്തീൻ, പിശാചുക്കളെ എറിഞ്ഞ് ആട്ടി ഓടിക്കുന്നവളാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ പിശാചുക്കളെ എറിഞ്ഞ് ആട്ടി ഓടിക്കാൻ വേണ്ടിയാണ് ഇത് ഈ നക്ഷത്രങ്ങൾ. അപ്പൊ പിശാചുക്കളെ എറിഞ്ഞാട്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ, പിശാചുക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് നമുക്കെല്ലാം അറിയാം. കണ്ടിട്ടില്ലെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ പിശാചുക്കളെ? ഇല്ല. അത് പെട്ടെന്ന് അങ്ങനെ എന്താവൂല കാണാൻ. പിശാച് ശൈത്താൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ശൈത്താന് ജിന്ന് എന്നൊക്കെ പറയുന്നത്, ജിന്നും ശൈത്താനും ഒക്കെ എന്ത് തന്നെ, ഒന്ന് തന്നെ. പിന്നെ പണ്ഡിതന്മാർ തന്നെ വേർതിരിച്ചിട്ടുണ്ട്. ഈ ജിന്നും ശൈത്താനും ഒക്കെ ആരുടെ മക്കളാണ്? ആരുടെ മക്കളായി ജിന്നും ശൈത്താനും ഒക്കെ? ഇബ്ലീസിന്റെ മക്കളാണ്. ഈ ജിന്നും ശൈത്താനും ഒക്കെ ആരുടെ മക്കളാണ്? ഇബ്ലീസിന്റെ മക്കളാണ് ഈ ജിന്നും ശൈത്താനും. അപ്പൊ ഈ ജിന്ന് ശൈത്താൻ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ അർത്ഥത്തിന് ഉപയോഗിക്കും, ചിലപ്പോൾ രണ്ടായിട്ടും ഉപയോഗിക്കും. ജിന്ന് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ഈ ശൈത്താന്റെ ഇബ്ലീസിന്റെ മക്കളിൽപ്പെട്ട സത്യവിശ്വാസികൾക്ക് വേണ്ടി ജിന്ന് എന്നും, ആ സത്യവിശ്വാസം ഉൾക്കൊള്ളാത്തവർക്ക് എന്തെന്നും പറയും? ശൈത്താന് എന്നും പറയും. അപ്പൊ ഇബ്ലീസിന്റെ മക്കളിൽ സത്യവിശ്വാസം ഉൾക്കൊള്ളാത്തവരാണിത് ശൈത്താന്മാര്. സത്യവിശ്വാസം ഉൾക്കൊണ്ടവർ ആരെന്നും പറയും? അവർക്ക് ജിന്ന് എന്നും പറയും. പിന്നെ രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കും. ജിന്ന് എന്ന് പൊതുവെ ഉപയോഗിച്ചാൽ എന്താ, ഈ ശൈത്താനും മനുഷ്യരെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏത് പെടും? അതിൽ മുസ്ലിമും കാഫറും എല്ലാം പെടുമല്ലോ. എന്നതുപോലെ ജിന്ന് എന്ന് പറഞ്ഞാൽ അതിലേത് പെടും? ഈ ശൈത്താനും പെടും, അല്ലാത്തതും വിശ്വസവും അവിശ്വാസികളും എല്ലാം പെടും. പിന്നെ രണ്ടായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ എന്ത് പറയാം? മുസ്ലിമും കാഫിറും എന്ന് പറയും പോലെ, മുസ്ലിം എന്ന് പറഞ്ഞാൽ അവിടെ മുസ്ലിങ്ങളായ മനുഷ്യർ മാത്രം, കാഫിർ എന്ന് പറഞ്ഞാൽ അവിടെ കാഫിര്യങ്ങൾ എന്ന് പറയാം. അതുപോലെ ജിന്നും ഷെയ്ത്താനും എന്ന് പ്രയോഗിക്കുമ്പോഴോ, ജിന്ന് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളായ ജിന്നുകൾ, ഷെയ്ത്താൻ എന്ന് പറഞ്ഞാലോ അവിശ്വാസികളായ ജിന്നുകൾ, അതാണ് ഷെയ്ത്താന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരാണ് ആരെന്ന് പറയുന്നത്? ഈ ഷെയ്ത്താന്മാർ. ഈ ഷെയ്ത്താന്മാരെ ആട്ടി ഓടിക്കാൻ വേണ്ടിയാണ് ഏതിനെ സംവിധാനിച്ചിരിക്കുന്നത്? ഈ നക്ഷത്രങ്ങളെ സംവിധാനിച്ചിരിക്കുന്നത്. ഈ നക്ഷത്രങ്ങൾ പണ്ട് കാലം മുതലേ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. പക്ഷേ അത് പിന്നീടാണ് ഈ ഉപയോഗത്തിന് വേണ്ടി അല്ലാഹു തആല തിരിച്ചത്. എന്തുകൊണ്ടെന്നാൽ ഈ പിശാചുക്കൾ ഇബ്ലീസൊക്കെ എന്നേ ഉള്ളതാ, പണ്ട് കാലത്തേ ഉള്ളതാ. മലായിക്കത്തുകൾക്ക് ദർസെടുത്ത ആളല്ലേ ഇബ്ലീസ്. അതിന് ശേഷമാണല്ലോ സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയത്. അങ്ങനെ പുറത്താക്കപ്പെട്ടതിന് ശേഷമാണ് അവൻ ഈ ഭൂമിലോകത്ത് ആദം നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളും മക്കളുമൊക്കെ മക്കൾ ഉണ്ടായതുപോലെ ഇബ്ലീസിന് അതുപോലെ മക്കൾ ഉണ്ടായത് ഏതിനു ശേഷമാണ്? ഈ ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയതിനു ശേഷമാണ്. അപ്പോൾ ഈ ഇബ്ലീസിന്റെ മക്കളാകുന്ന ശൈത്താന്മാർക്ക് ഈ ഇബ്ലീസിന് വലിയ സ്ഥാനമുള്ളതുപോലെ ആ ഇബ്ലീസിന് ആകാശ ലോകത്തൊക്കെ ഒന്നും രണ്ടും മൂന്നുമല്ല, അങ്ങ് അർശിങ്കൽ വരെ പോകാനുള്ള പരമാധികാരം ഏതിനുണ്ടായിരുന്നു? ഈ ഇബ്ലീസിനുണ്ടായിരുന്നു. അപ്പോൾ അവന് മക്കളുണ്ടായപ്പോൾ ഈ മക്കൾക്കും ഏതുണ്ടായിരുന്നു? ഇങ്ങനെ പോകാനുള്ള കഴിവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവര് ഒന്നാം ആകാശവും രണ്ടാം ആകാശവും മൂന്നാം ആകാശവും അങ്ങനെ കടന്ന് അങ്ങനെ ഏഴാം ആകാശത്തൊക്കെ പോകാനുള്ള കഴിവും ശേഷിയും ഈ ശൈത്താന്മാർക്കുണ്ടായിരുന്നു. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമയുടെ ജനദണ്ഡത്തോടുകൂടെയാണ് മൂന്നാം ആകാശം വരെയുള്ള പ്രവേശനം. അവിടെ പിന്നീട് അങ്ങോട്ട് പ്രവേശിക്കാനുള്ളതായ അവസരം ആർക്ക് നിഷേധിക്കപ്പെട്ടു?
പിശാചിന് നിഷേധിക്കപ്പെട്ടു. പിന്നീട് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം ഉണ്ടായപ്പോൾ ആ ജന്മത്തിന്റെ അന്ന് ഒന്നാം ആകാശത്തേക്ക് ഉള്ളതായ പ്രവേശനവും അവിടെ നിരോധിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ബിഅസത്ത്, ആ പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം ആ ആകാശത്തിന്റെ ഭാഗത്തേക്ക് കടന്നു ചെന്നാൽ പിന്നെ ഏറെ തന്നെ പിന്നെ അങ്ങോട്ട് സമീപിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് പിന്നീട് ഉണ്ടായത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബിഅസത്തോടുകൂടെയാണ് ശക്തിയായ പ്രതിരോധം അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെ ഏർപ്പെടുത്തിയത്? ഒന്നാം ആകാശത്ത് ഏർപ്പെടുത്തിയത്. അപ്പോൾ ഈ ശക്തമായ പ്രതിരോധം ഏർപ്പെടുത്താൻ വേണ്ടിയും ഏതിനെയാക്കി? ഈ നക്ഷത്രങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി. അപ്പോൾ ഒരു ചോദ്യം വരും, ഈ നക്ഷത്രങ്ങളെ അല്ലാഹു തആല ഇവകളെ എറിഞ്ഞാട്ടാൻ വേണ്ടി ആക്കി എന്ന് പറയുമ്പോൾ, ഇങ്ങനെ പിശാച് വരുമ്പോൾ ഓരോ നക്ഷത്രവും എടുത്തൊരു ഏറ് കൊടുക്കുകയാണോ? ഇപ്പോ അങ്ങോട്ട് ചെല്ലുമ്പോൾ ശുക്രനെ എടുത്തൊരു ഏറ് കൊടുക്കുകയാണോ പിശാചിന്റെ പുറത്തേക്ക്? അല്ല. ഈ നക്ഷത്രങ്ങളെ അപ്പാടെ എടുത്തങ്ങ് എറിയുകയല്ല. പിന്നെയോ ആ നക്ഷത്രങ്ങളിൽ നിന്നുള്ളതായ ഓരോ തീജാലകൾ, ആ തീജാലകൾ അതിൽ നിന്നും വേർപെട്ട് വന്നുകൊണ്ട് ഈ ആരെ ആക്രമിക്കുകയാണ്? ഈ പിശാചുക്കളെ ആക്രമിക്കുകയാണ്. അല്ലാതെ ആ നക്ഷത്രം ഓരോന്നും എടുത്ത എന്തല്ല ഏതിനെ എറിയുകയല്ല, ഈ പിശാചുക്കളെ എറിയുകയില്ല. ഈ സംവിധാനിച്ചിരിക്കുന്ന നക്ഷത്രങ്ങളിൽ നിന്നും അതിൽ നിന്നും ഓരോ ഭാഗങ്ങൾ എടുത്തുകൊണ്ട് ഏതിനെ എറിയുകയാണ് ചെയ്യുന്നത്? ഈ പിശാചിനെ എറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പിശാചുക്കളെ